ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും NR ബ്ലോസംസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുമരകത്ത് കവണാറ്റിങ്കരയിലാണ്. കഴിഞ്ഞൊരു വ്ളോഗ് നമ്മളിവിടെ തുടങ്ങിയിരുന്നു. അന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നിങ്ങൾക്കറിയാത്ത കുറച്ച് കാര്യങ്ങളുടെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ പോവാണ്. നേരെ വീട്ടിലേക്ക് പോകും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു കവണാറിൻ്റെ തൊട്ടടുത്താണ്. ഇവിടെയാണ് നമ്മൾ വള്ളങ്ങൾ നടക്കുന്നത് അവിട്ട ദിനത്തിൽ. അപ്പോൾ ഇവിടെ പോണ സമയത്ത് വള്ളങ്ങളെയൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ ഉൾപ്പെടുത്താം. മനോഹരമായ ഒരു ആറാണ്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു കവണാറ്റിക്കര. എന്നും നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ ഹൗസ് ബോട്ട് ശിക്കാര വള്ളങ്ങളൊക്കെ കയറാൻ വേണ്ടി വരുന്നത്. ഒരുപാട് വിദേശികൾ വരുന്നുണ്ട്, ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഉള്ളൊരു സമയം എന്ന് പറയുന്നത് നവംബർ തൊട്ട് ഏകദേശം ഒരു ഏപ്രിൽ മെയ് വരെയാണ്. അപ്പം ഇപ്പോഴും ഒക്കെ ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നു. കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു കവണാറ്റിങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഷൂട്ട് ചെയ്ത ഒരു ക്ലാസിക് ആയിട്ടുള്ള പടമുണ്ട്. അത് KG ജോർജ് സംവിധാനം ചെയ്ത പഞ്ചവടി പാലമാണ്. വേലൂർ കൃഷ്ണൻകുട്ടിയുടെ പാലം അപകടത്തിൽ എന്ന കൃതി ആസ്പദമാക്കിയാണ് ആ ഒരു ചിത്രം എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ ചിത്രത്തിന്റെ ഏറ്റവും മികച്ച ഒരു പോർഷൻ എന്ന് പറയുന്നത് തന്നെ ക്ലൈമാക്സ് ആണ്. ആ ക്ലൈമാക്സിൽ ശ്രീനിവാസൻ ചെയ്ത കഥാപാത്രം ഈ പാലം തകർന്ന് വെള്ളത്തിൽ വീഴുന്നതും കാണാതാകുന്നതുമാണ്. അതിനകത്ത് ഓരോരുത്തരുടെ പെർഫോമൻസും മികച്ചതായിരുന്നു. അവരവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ പേരുകൾ വ്യത്യസ്തമായിരുന്നു. അതിനകത്തുള്ള ഓരോ സ്ഥലപ്പേരുകളും മന്ത്രിമാരുടെ പേരുകൾ പകരം എല്ലാം വ്യത്യസ്തമായിരുന്നു. അതെല്ലാം ഷൂട്ട് ചെയ്തത്, ആ ക്ലൈമാക്സ് ഉൾപ്പെടെ ഷൂട്ട് ചെയ്തത് ഈ ഒരു പാലത്തിലാണ്. കവണാറിൽ സ്ഥിതി ചെയ്യുന്ന ഈ കവണാറ്റിക്കരയിലെ ഈ ഒരു പാലത്തിലാണ്. അന്ന് ഇവിടെ ബസ് ഓടുന്ന ഒരു സമയമല്ല, അല്ലെങ്കിൽ വണ്ടികളൊന്നും പാലത്തിൽ കൂടെ പോകുന്ന സമയമല്ല. അന്ന് പാലത്തിന്റെ ആ ഒരു ചിത്രത്തിന് ശേഷമാണ് പാലമൊക്കെ ഇവിടെ വന്നത് തന്നെ. ഞാൻ പറഞ്ഞ അറിവല്ല, ഇത് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഈ ഷൂട്ടിംഗ് ഇവിടെ വന്ന് കണ്ടിട്ടുള്ളൂ. അവർ അങ്ങനെയുള്ള ഒരു അറിവിലാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് കുമരകം. ഹായ് ഫ്രണ്ട്സ്, കുമരകത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ പുതിയ വീഡിയോകളുമായി പുതിയ പുതിയ കൗതുകമായ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.